ഹായ് അസ്സലാമു അലൈക്കും. കിസൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു റെസിപ്പി തന്നെ, വ്ളോഗ് ഓർഡറിൻ്റെ വ്ളോഗൊന്നുമല്ല. അപ്പോൾ ഞാനിന്ന് ഫലാഫിലിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടലയില്ലേ, അത് ഒരു 8 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഊറ്റിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു ഉള്ളി, ഒരു മീഡിയം ഉള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് പിന്നെ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് കൊടുത്തിട്ട്, പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളീൻ്റെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഇടാൻ മറന്നേ, അതിന് ശേഷം പയ്യെ ഇട്ടത്. ഇനി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നത് ക്രഷ് ആക്കിയിട്ട് എടുക്കണ്ട, ഫുള്ള് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇതാക്കിയിട്ട് എടുത്തത്. അല്ലെങ്കിൽ മിക്സി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ പിന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് കട്ട്ലറ്റ് പോലെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഉള്ളം കൈനോട് പ്രസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ബോൾസ് ആക്കിയിട്ട് എടുത്തത്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കടലപ്പൊടി, ഒരു 1-2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കടല വേവിച്ചതല്ല, പിന്നെ കുതിർത്തിയിട്ടെടുത്ത മാത്രം. അപ്പോൾ ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ ഫലാഫിൽ നല്ല റെഡിയായി. അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ചും ആക്കുന്നത്, ഈ ഫലാഫിൽ വെച്ചിട്ട് സാൻഡ്വിച്ചും ആക്കലുണ്ട്. അപ്പോൾ ഗൾഫർക്കെല്ലാം അറിയും, നല്ല ടേസ്റ്റാണ് ഇത് തിന്നുമ്പോൾ. പിന്നെ ഹമ്മൂസും കൂട്ടിയിട്ട് തിന്നല്. അപ്പോൾ നല്ല അറബികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം. നോമ്പിനെല്ലാം കഴിക്കാൻ പറ്റിയത്. എപ്പോഴും ചിക്കനെല്ലാം തിന്നുന്നതിനേക്കാളും ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നെങ്കിൽ നല്ല കടലെല്ലാം നല്ല ഹെൽത്തി അല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് തിന്നാം. അപ്പോൾ ഞാൻ ഹമ്മൂസും കൂട്ടിയിട്ട് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ഹെൽത്തി ആയിട്ട് വെക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ പുതിയ റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.